നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ വീഡിയോകൾ എടുക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം. അതെ, മൈ യൂട്യൂബ് എക്യുപ്മെൻറ്റ്സ്, അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെയധികം ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ വീഡിയോകൾ എടുക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം. അതെ, മൈ യൂട്യൂബ് എക്യുപ്മെൻറ്റ്സ്, അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ. എൻ്റെ യൂട്യൂബ് എക്യുപ്മെൻറ്റ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതൊരു ഫോണാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഷയോമിയുടെ പോക്കോ F1 എന്ന് പറയുന്ന ഫോണാണ്. ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇട്ടിരിക്കുന്ന വീഡിയോകളിൽ, ജ്യോതിർഗമയ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോകളിൽ ഒരു 95% ചെയ്തിരിക്കുന്നത്, 99% ചെയ്തിരിക്കുന്നത് ഈ പോക്കോ F1 എന്ന് പറയുന്ന ഷയോമിയുടെ ഫോൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൽ 6 GB റാം, 128 GB മെമ്മറി കാർഡ്, ഇതാണ് ഉള്ളത്. മെമ്മറി സ്പേസ് 128, 6 GB 128 GB. അതുപോലെ തന്നെ ഇതിൽ 2 ക്യാമറ ഉണ്ട്, ഡ്യുവൽ ക്യാമറ ഫോണാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 20 MP ആണ്, 20 MBയുടെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 4000 mAh ബാറ്ററിയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീഡിയോ സ്റ്റെബിലൈസർ ഉണ്ട്, മൊബൈൽ സ്റ്റെബിലൈസർ ഉണ്ട്. നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ കൈ അനങ്ങിയാൽ പോലും അതിൽ തന്നെ സ്റ്റെബിലൈസർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഫ്ലോയിലുള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ല ഫോൺ, അതായത് ഒരു യൂട്യൂബർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫോൺ, ബഡ്ജറ്റിൽ നിൽക്കുന്നത് അറൗണ്ട് 16,000 17,000 ആണ് അന്ന് മേടിച്ചപ്പോൾ പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷമായി മേടിച്ചിട്ട്. അപ്പോൾ അന്ന് മേടിച്ചപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം 13,500 ആയിരുന്നു. അന്ന് ദീപാവലി സമയത്തിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറൗണ്ട് 17,000 ആണ് അതിൻ്റെ പ്രൈസ്. ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫോണാണ് ഈ പോക്കോ F1 എന്ന് പറയുന്ന ഫോൺ. ഞാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട എക്യുപ്മെൻ്റാണ് മൊബൈൽ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ജിംബൽ എന്ന് പറയുന്നൊരു സാധനം. ഇത് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് DJI എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൊബൈൽ സ്റ്റെബിലൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 10 മാസങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ നവംബറിലാണിത് മേടിച്ചത്. അപ്പോൾ പേര് തന്നെ പോലെ തന്നെ മൊബൈൽ സ്റ്റെബിലൈസറാണ്. നമ്മളിതിൽ മൊബൈൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൊബൈൽ ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മളിത് ഓൺ ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോകുമ്പോഴും ഇത് വളരെ സ്റ്റഡി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും. കയ്യിൽ നമുക്ക് ഉണ്ടാവുന്ന ഷെയ്ക്കുകളൊന്നും നമുക്ക് മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ വളരെ നമ്മളൊരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു വ്ളോഗർ എന്നുള്ള രീതിക്ക് നമ്മൾ ഈ മൊബൈലും കൊണ്ട് ഇങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷെയ്ക്കൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ ജിംബൽ. ഇത് 8,000 രൂപയായിരുന്നു അന്ന് മേടിക്കുമ്പോൾ വില. അന്ന് ഞാനൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു, ഓഫറുള്ള സമയത്താണ് മേടിച്ചത്. അറൗണ്ട് 6,500 ആണ് അന്ന് ഞാൻ പേ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു സാധനമാണ്. ഒരു യൂട്യൂബർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു ക്യാമറയും അതുപോലെ തന്നെ ക്യാമറ സ്റ്റെബിലൈസറും. അപ്പോൾ DJIയുടെ ക്യാമറ സ്റ്റെബിലൈസർ ജിംബലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ എല്ലാം തന്നെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പോയി നോക്കണം എന്നുണ്ടെങ്കിൽ പോയി നോക്കാം. യൂട്യൂബിന് വേണ്ടിയിട്ട്, യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച മൂന്നാമത്തെ സാധനം, അതായത് അതൊരു മൊബൈൽ സ്റ്റാൻഡ് കം റിംഗ് ലൈറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമുക്കൊരു മൊബൈലിൽ നമുക്ക് കാര്യങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മൊബൈൽ ക്യാമറ ഫേസ് ചെയ്ത് ആരുടെയും സഹായം ഇല്ലാതെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം ആവശ്യമാണ്. ഇത് നമ്മൾ റിംഗ് ലൈറ്റാണ്, LED റിംഗ് ലൈറ്റാണ്. ഈ റിംഗ് ലൈറ്റ് തന്നെ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ കളർ മാറ്റാനായിട്ട് സാധിക്കും, ലൈറ്റിൻ്റെ കളർ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും, കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയം നമുക്കിതിൽ 3 ഫോൺ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. ഈ സ്പ്രിംഗ് കൊണ്ടുള്ള ഈ ഹോൾഡറിൽ നമുക്ക് 3 ഫോണുകൾ വയ്ക്കാം. അതുപോലെ തന്നെ ഫോൺ നമുക്ക് വെർട്ടിക്കലായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വയ്ക്കാം. അപ്പോൾ 3 ഉണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡിന് അന്ന് ഞാൻ കൊടുത്തത് ഏകദേശം 1,500 രൂപയാണ്.
അത് 2500 3-4 വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച സാധനത്തിൻ്റെ ലിങ്കും താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. സാധാരണ ഒരാൾക്ക് ഒരു ചെറിയ ഒരു പ്രോഗ്രാം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് മാത്രം മതി. കാരണം എന്താ വെച്ചാൽ ഇതിൽ മൊബൈൽ വയ്ക്കാം, മൊബൈലിൽ നിന്ന് നമുക്ക് മൈക്രോഫോൺ കുത്തിയിട്ട് നമുക്ക് കണക്ട് ചെയ്തൊരു കോളർ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫി വീഡിയോകൾ, അതായത് ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും, സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് ഈ റിംഗ് ലൈറ്റും അതിൻ്റെ സ്റ്റാൻഡും മൊബൈൽ ഹോൾഡറും അടങ്ങിയിട്ടുള്ള ഈ യൂണിറ്റ്. 4ാമത്തെ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളർ മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വളരെ 165 രൂപ മാത്രമുള്ളൊരു കോളർ മൈക്കാണ്. ഇതിൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പോഞ്ചും കൂടെ ഉണ്ടായിരുന്നു ഈ മൈക്കിൻ്റെ തൊട്ട് മുകളിൽ. അതിപ്പോൾ കഴിഞ്ഞ ദിവസം കാണാണ്ട് പോയി, അത് ലൂസായിരുന്നു. എങ്കിലും വളരെ ഗുണകരമാണ്. നമുക്ക് വെറും 165 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മൈക്ക് എടുക്കുക, നമ്മുടെ കോളറിൽ ഫിക്സ് ചെയ്യുക, ഇതുപോലെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് വേറൊരു ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ഈ മൈക്കിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാം, സൗണ്ട് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇത് മൈക്ക് കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. എന്തായാലും ഈ മൈക്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. മൊബൈലിലെ മൈക്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല. നല്ല ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മൈക്ക് ഉപയോഗിക്കാം. വളരെ നിസ്സാരമായിട്ടുള്ള വിലയേ ഉള്ളൂ, 165 രൂപ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 500 രൂപയൊക്കെ കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 5ാമതൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു LC500 എന്ന് പറഞ്ഞ ഗൊഡാക്സ് കമ്പനിയുടെ LC500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടം വരെ ഉള്ളൂ വീഡിയോ ലൈറ്റ്, ഈ സാധനം ലൈറ്റ്. അത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്, സ്ക്രൂ ആണ്, അതൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ LC500 എന്ന് പറയുന്ന ലൈറ്റിൽ നമുക്ക് മോഡുണ്ട്. നമുക്കൊന്നുമല്ലെങ്കിൽ ഇത് വൈറ്റ് മോഡ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ മോഡ് എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല കളറിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലൈറ്റ് വേണം. അതായത് എന്ത് കുക്കിംഗ് വീഡിയോ ആയാലും എന്തായാലും യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് നല്ല ലൈറ്റ് കിട്ടണം. അപ്പോൾ നല്ല ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റം അത്യാവശ്യമാണ്. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു 10-20 വീഡിയോ ആയിട്ടാണ് ഈ LC500 എന്ന് പറയുന്ന ഈ ലൈറ്റ് നമ്മൾ മേടിച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ LC500 മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ വീഡിയോയ്ക്കെല്ലാം വളരെയധികം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ലോ മോഷനിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ലോ മോഷനിലൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ കാണുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ചും ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണം, നല്ല കുക്കിംഗ് വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഈ ലൈറ്റ് മേടിച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, അറൗണ്ട് 10,500 വരും ഇതിൻ്റെ വില. അപ്പോൾ ഇത് ഗൊഡാക്സ് കമ്പനിയുടെ LC500 എന്ന് പറയുന്ന ലൈറ്റാണ്. നമുക്ക് കാണാം ഗൊഡാക്സ് LC500 എന്ന് പറയുന്ന ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് വരിക, ഇത് ഒരു ബോക്സിലാണ് വരിക. ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതാണ് ഇതിൻ്റെ ലൈറ്റ്, ഇത് അതിൻ്റെ ചാർജിങ് യൂണിറ്റ്. ഇത് നമുക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിമോട്ടാണിത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, റിമോട്ടൊന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 2 എണ്ണം അതിൻ്റെ നമുക്ക് ഏത് ലൈറ്റാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇവിടെ ഒരു 5 സ്വിച്ച് ഉണ്ട്. സെൻട്രലത്തേതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്. അത് ലോങ് പ്രസ്സിൽ ഓൺ ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ വൈറ്റ് ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഇനി അത് മോഡ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ മോഡിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ചാർജർ. നമുക്കിവിടെ ചാർജ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചാർജ് കുറവാണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണേ. ഇത് ചാർജ് ഓൺ ചെയ്തു, എന്നിട്ട് നമുക്ക് സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓണാവും. നമുക്ക് ഈ കവർ വെച്ചിട്ട് നമുക്ക് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ മോഡ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് വരും. മോഡ് മാറ്റിയാൽ ഈ ലൈറ്റ് വരും, വാം ലൈറ്റ് വരും. മറ്റേ മോഡിൽ നമുക്ക് ഈ സൈഡിൽ വൈറ്റ് ലൈറ്റും വരും. അപ്പോൾ 2 മോഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്ലസും മൈനസും ഉണ്ട്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് പ്ലസും മൈനസും ബട്ടൺ ഉണ്ട്. അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് എത്ര കെൽവിൻ ലൈറ്റൊക്കെയാണ് ഉപയോഗിക്കണം എന്നുള്ള എല്ലാം ഡിസ്പ്ലേ ഉണ്ട്. ശരിക്കും ഒരു പ്രൊഫഷണൽ എക്യുപ്മെൻ്റ് ആണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോഗ്രാഫർമാർ ഉപയോഗിക്കുന്ന ലൈറ്റാണിത്, LC500. ഇനി ഇത് സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ടാണ് ഉപയോഗിക്കാം. ഇങ്ങനെ വേറെ ആൾ കൈ കൊണ്ട് പിടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ മൂവ് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് പിടിച്ചിട്ട് ഉപയോഗിക്കാം. അത് കുറേ നേരം ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് ഉപയോഗിക്കാതെ നമ്മൾ ഫിക്സഡ് ആയിട്ട് സ്ഥലത്ത് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാൻഡിൽ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും.
ഇവിടെ ഒരു ത്രെഡഡ് ആയിട്ടുള്ളൊരു ഹോൾ ഉണ്ട്. ആ ത്രെഡ് നമുക്ക് വേറൊരു സ്റ്റാൻഡിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇരുന്നിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടും ഇത് സ്റ്റാൻഡിൽ വെച്ച് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഈ LC500 ലൈറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോ ലൈറ്റുകളായാലും നമുക്കത് ഫിക്സ് ചെയ്തിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് വേണം. അപ്പോൾ ഞാൻ അതിനൊരു LC500 പിടിപ്പിക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സ്റ്റാൻഡ് മേടിച്ചിട്ടുള്ളത്. ഇത് സിംപെക്സിൻ്റെ സ്റ്റാൻഡാണ്. വീഡിയോ ലൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്ലാഷ് ലൈറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഈവൻ മൊബൈലായാലും നമുക്ക് ഈ സ്റ്റാൻഡിൽ പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് നല്ല സോളിഡ് ആയിട്ടുള്ള നല്ല ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു സാധനം തന്നെ, നല്ല ലൈഫുള്ളൊരു സാധനമാണ്. ഇത് സിംപെക്സിൻ്റെ ആണ്. ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിപ്പോൾ ഞാൻ താഴത്തേക്ക് മാറ്റിയിട്ട് എങ്ങനെയാണ് ഈ LC ലൈറ്റ് നമുക്ക് എങ്ങനെയാണ് അതിൽ പിടിപ്പിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള പോർഷനാണിത്. 2 സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ യൂണിറ്റ് നമുക്ക് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ളൊരു യൂണിറ്റാണ് നമുക്കിതുള്ളത്. ഇത് നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ യൂണിറ്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ LC500 പിടിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മൗണ്ടിങ് ആണ്. അതായത് ഒരു ത്രെഡ് വരാൻ പാകത്തിന് വന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് 2 ഡയറക്ഷനിൽ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മൾ LC500 ലൈറ്റ് പിടിപ്പിക്കുക. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് ഈ ലൈറ്റ് തിരിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം യൂണിറ്റ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തിരിയുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ LC500 ലൈറ്റ് പിടിപ്പിക്കുക. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് LC500 ലൈറ്റ് പിടിപ്പിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫീമെയിൽ പാർട്ട്, ഇത് മെയിൽ പാർട്ട്, ഇത് ത്രെഡഡ് പോർഷനാണ്. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മളിത് സ്റ്റാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് LC500 അതിൻ്റെ സ്റ്റാൻഡ് ഇവിടെ നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് താഴത്തേക്കുണ്ട്. ഇതാണ് ഗ്രീൻ സ്ക്രീൻ. ഒരു ക്ലോത്താണത്, പച്ച കളറുള്ള ഒരു ക്ലോത്താണത്. ഇതിട്ടിട്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ നമുക്ക് കളർ കീ ഉപയോഗിച്ച് അല്ലെങ്കിൽ അൾട്രാ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് അവിടെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വീഡിയോ വെക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഗ്രീൻ സ്ക്രീൻ. അപ്പോൾ ഇതൊരു പച്ച തുണിയാണ്, ഗ്രീൻ ക്ലോത്ത് തന്നെയാണ്. ഇത് ഒരേ കളറുള്ള നല്ല പച്ച തുണിയാണിത്. ഗ്രീൻ സ്ക്രീൻ എന്നാണ് നമ്മളിത് പറയുക സാധാരണ. അപ്പോൾ ഇത് നമ്മൾ കണ്ടോ, ഇവിടെ ഒരു അഴയിൽ ഇപ്പോൾ ഒരു കർട്ടൻ്റെ ഒരു കമ്പിയാണല്ലോ, ആ കമ്പിയിലാണ് ഇട്ടേക്കണേ. മുകളിൽ നല്ല മുട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്രെയിമിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ഗ്രീൻ സ്ക്രീൻ വരണം. അപ്പോൾ അങ്ങനെ ഗ്രീൻ സ്ക്രീൻ വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ പച്ച കളർ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പകരം നമുക്ക് അവിടെ വേറെ ഏതെങ്കിലും വീഡിയോയോ സീനറിയോ റൂമിൻ്റെ ഉൾവശമോ എന്നാൽ നമുക്ക് ആവശ്യമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തന്നെ പല വീഡിയോയിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ക്ലോത്ത് പല അളവിൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് കിട്ടും. അത് ഏതാണ്ട് 600 രൂപ മുതൽ മുകളിലേക്കാണ് ഇതിൻ്റെ വില വരുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് സാധാരണ ഷൂട്ട് ചെയ്യുക. ഗ്രീൻ സ്ക്രീനിൻ്റെ മുമ്പിൽ ആളിരിക്കും. ആളിരുന്നിട്ട് നമ്മൾ ഈ പറയണമായിട്ടുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളത് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻട്രോ പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അവസാനം എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയാനുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഇരുത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് അത് പുറകിലത്തെ ഗ്രീൻ സ്ക്രീൻ മാറ്റാനാണ്. അപ്പോൾ മാറ്റിയാൽ നമ്മൾ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് നമ്മൾ മാറ്റിയിട്ട് വേറെ നല്ല ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അതായത് എൻ്റെ യൂട്യൂബ് എക്യുപ്മെൻറ്റ്സ് ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുവാനായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗർ എന്നുള്ള രീതിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ആദ്യം പോക്കോ F1 ക്യാമറ, പിന്നെ DJIയുടെ ജിംബൽ, പിന്നെ ഒരു ചെറിയൊരു മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ സ്റ്റാൻഡും അതുപോലെ തന്നെ റിംഗ് ലൈറ്റും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന LC500 എന്ന് പറയുന്ന GODAX കമ്പനിയുടെ ഒരു LC ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് വയ്ക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു ഗ്രീൻ സ്ക്രീൻ. ഇത്രയും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നല്ല വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം അവർ എങ്ങനെ ഒരു യൂട്യൂബിൽ വീഡിയോ എടുക്കാം, അതിന് എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. എന്ത് അഭിപ്രായങ്ങളായാലും നിങ്ങൾ തുറന്നെഴുതുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്യുക. ഒരപേക്ഷ കൂടി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.